ഹലോ ഗായ്സ്, ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൺ റണ്ണാണ് ദുബായ് റൺ. ദുബായ് റൺ 2024 കുറിച്ച് പറയാനാണ് വീഡിയോ ചെയ്യുന്നത്. നവംബർ 23 ശനിയാഴ്ച എനിക്ക് ദുബായ് ഫ്രെയിമിനടുത്തുള്ള ഒരു സബീൽ പാർക്ക് നിന്നാണ് എനിക്ക് ഇവിടെ ജേഴ്സിയും ചെസ്റ്റ് പ്ലേറ്റും കിട്ടുന്നത്. പിന്നെ നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് ജേഴ്സി കിട്ടി. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച ചെസ്റ്റ് പ്ലേറ്റ് മാത്രം കിട്ടുമെന്നാണ്. ലക്കായതുകൊണ്ട് ജേഴ്സിയും കിട്ടി. അങ്ങനെ അടുത്ത ദിവസം ജേഴ്സിയൊക്കെ ഇട്ട് ഞാൻ മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പിന്നെ സാധാരണ ഞായറാഴ്ചകളിൽ മെട്രോ സ്റ്റേഷൻ 8 മണിക്കാണ് തുറക്കാറുള്ളത്. പിന്നെ ദുബായ് റണ്ണിൻ്റെ ഭാഗമായിട്ട് അവർ അതിരാവിലെ 3 മണിക്ക് തുറന്നു. ബസ് കാത്തു നിന്ന് തളർന്നുകൊണ്ട് ഞാനത് ഒരു ടാക്സിയിൽ 10 ദിർഹംസ് കൊടുത്തങ്ങ് മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളതെല്ലാവരും മറ്റേ ദുബായ് റണ്ണിന് വന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജേഴ്സി ഇല്ലാത്ത ആൾക്കാരെങ്കിൽ ചിലപ്പോൾ ചെസ്റ്റ് പ്ലേറ്റ് മാത്രം കൊണ്ടുവന്ന ആൾക്കാരായിരിക്കാം. പിന്നെ മെട്രോയ്ക്കകത്ത് കയറിയതിനു ശേഷം 99% പച്ച കളർ ഡ്രസ്സുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഞാൻ അതിനകത്തുള്ള വീഡിയോ എടുക്കാനായിട്ട് ചെറിയ മടിയായിരുന്നു, അതാണ് ഞാൻ എടുക്കാത്തത്. അങ്ങനെ ഞങ്ങൾ ദുബായ് റണ്ണിൻ്റെ ആ ഭാഗത്തെത്തി. ഞങ്ങൾ ആ ഗേറ്റിൻ്റെ അടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ പുറത്തോട്ട് എത്തുന്ന സമയം തന്നെ വിളി തുടങ്ങിയിരുന്നു ആൾക്കാരുടെ. അവർ ഞങ്ങളെ സ്വീകരിക്കുകയായിരുന്നു. പിന്നെ ഞാനും അത്ര എനർജറ്റിക് അല്ലാത്തതുകൊണ്ട് ഞങ്ങളാരും, എൻ്റെ കൂടെ വന്ന ആൾക്കാരും അവരോടൊത്ത് സഹകരിച്ചില്ല. വീഡിയോ മാത്രം എടുത്തിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെയിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തൊപ്പിയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് പോയത്. എല്ലാത്തിനും ഒരു മുൻകരുതൽ വേണമല്ലോ. പിന്നെ അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ ആദ്യം ഒരു ബോർഡർ ലൈനിൻ്റെ അകത്ത് നിർത്തിയിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് പാർട്ടായിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ പാർട്ടായിട്ട് ഒറ്റ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടു. 10 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഫോളോ മീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം അവർ ഞങ്ങളിങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് റിലീസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ ഓട്ടം തുടങ്ങിയെന്ന് വിചാരിച്ചു. പക്ഷേ അതിവിദഗ്ധമായി അവർ ഞങ്ങളെ പറ്റിച്ചു. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അങ്ങനെ ഞങ്ങൾ 1-1.5 കിലോമീറ്ററോളം നടന്ന് വേറൊരു ഏറ്റവും ബാക്കിൽ കൂടെ കയറി ഞങ്ങൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന റണ്ണേഴ്സിനെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുകളിൽ കൂടെ പാരച്യൂട്ടിൽ 3-4 പേര് ഇങ്ങനെ ഫാനൊക്കെ കെട്ടി അങ്ങനെ പോവുകയാണ്. കളർ ലൈറ്റൊക്കെ വെച്ച് കുറേ സോങ്സ് അങ്ങനത്തെ പരിപാടീസൊക്കെ ഇട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു സീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ തൊട്ടടുത്തൂടെ ഇരുട്ടത്ത്, അതിരാവിലെ മെട്രോ പോകുന്നു. അതിന് മുകളിലൂടെ 4 പാരച്യൂട്ടുകൾ ഇങ്ങനെ ഒരു കളർഫുൾ ലൈറ്റ്സൊക്കെ വെച്ച് എൻ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ അതിനടുത്തൊക്കെ കുറേ വലിയ ബോക്സൊക്കെ വെച്ച് അവിടെ അനൗൺസ്മെൻ്റൊക്കെ നടക്കുന്നു, പാട്ടൊക്കെ ഇടുന്നു, DJ ഇടുന്നു. അതൊക്കെ ഒരു പ്രത്യേക വൈബായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ദുബായിയുടെ ടീം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെറിയ കുപ്പി വെള്ളം തന്നു. ആദ്യത്തെ വെള്ളം കൂടി. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ U-ടേൺ അടിച്ച് ഒറിജിനലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ആ ട്രാക്കിലോട്ട് കയറി.
പിന്നെ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനും പിന്നെ അവരെ ഗൈഡ് ചെയ്യാനും ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു. ഒരു ക്രെയിനിൻ്റെ പുറത്ത് ഒരു സ്റ്റേജ് കെട്ടി അവിടെ നിന്നാണ് അവരിങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ അവരുടെ ഓരോരോ അനൗൺസ്മെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ സ്ക്രീനിൽ കാണിക്കുമായിരുന്നു. പിന്നെ ഈ ടീം ആരാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, അറിയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. We couldn't do this without the RTA and of course Dubai Police. Now remember, do stay hydrated throughout the trip. Do take your time. പിന്നെ ഇടയ്ക്കൊരു ടീം ലെറ്റ്സ് വാം അപ്പ് ഗായ്സ് എന്ന് പറഞ്ഞൊരു പാട്ടിട്ട് കുറേ സ്റ്റെപ്സുകളൊക്കെ എടുത്ത് ഞങ്ങൾ പഠിപ്പിച്ചു. പിന്നെ 1-2 പാട്ടുകളുണ്ടായിരുന്നു. ലിറിക്സ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പാടില്ല. അറിയാമെന്നുള്ളവർ ഇടയ്ക്ക് പാടുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ പേടിക്കേണ്ട ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഇല്ലേ, കുറേ ആൾക്കാർ മൊബൈലിട്ട് എന്തോ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല. എല്ലാ ആൾക്കാരും വീഡിയോ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ പൊക്കി പിടിച്ചിരിക്കുന്ന ആ സംഭവം എടുക്കാൻ വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ എടുക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കി, ഇവരെന്താ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ആരെങ്കിലും സെലിബ്രിറ്റീസ് ആരും വരാനോ അങ്ങനെ ചെയ്യാനോ എന്തെങ്കിലും പ്രോഗ്രാം നടക്കാനോ ഒന്നും ചെയ്യുന്നില്ല. ഇവരെടുക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ പൊക്കി പിടിച്ചിരുന്ന മൊബൈലിനെ എടുക്കാൻ വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള എല്ലാവരും മൊബൈൽ എടുത്ത്. പിന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞു എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് അടിച്ചു പിടിക്കുക, വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാവരും ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് വീഡിയോ എടുത്തു. പിന്നെ ചില അതിബുദ്ധിമാന്മാർ വേലയ്ക്ക് പുറത്തൊക്കെ കയറി ഇന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല. പിന്നെ മനുഷ്യൻ്റെ നാച്ചുറൽ പ്രതിഭാസം എന്ന് പറയുന്നത് പോലെ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യങ്ങളുടെ ആവശ്യങ്ങളില്ലാതെ തന്നെ ഫ്രണ്ടിലുള്ള സ്പേസ് കുത്തി നിറയ്ക്കാൻ വേണ്ടി ആൾക്കാർ ഫ്രണ്ടിലോട്ട് നീങ്ങി തുടങ്ങി. അല്ലാതെ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് റൺ സ്റ്റാർട്ട് ചെയ്തത് 7-7:30 സമയത്താണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ, ബിൽഡിങ്സിലുള്ള ആൾക്കാർ, ചിലപ്പോൾ വരാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഡ്യൂട്ടിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം. അവർ ആ ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ മണിക്കൂറുകളോളം അവിടെ നിന്ന് കാല് വേദനിക്കുന്ന ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ പാരച്യൂട്ടിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്ത ഫയർ വർക്ക്സൊക്കെയാണ് അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രെയിൻ സംവിധാനങ്ങളുള്ള ഈ സ്റ്റേജിൽ നിന്നാണ് അവർ അനൗൺസ്മെൻ്റൊക്കെ നടത്തിയിരുന്നത്. പിന്നെ അവരുടെ ഇടയിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഒരു വെറൈറ്റി ലുക്ക് തന്നെയായിരുന്നു. പിന്നെ ദുബായ് റണ്ണിൻ്റെ റണ്ണിങ് ട്രാക്കുകൾ 3 റണ്ണിങ് ട്രാക്കുകളിൻ്റെ രീതിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ള കളർ ആർച്ച് രൂപത്തിലുള്ള ആ ട്രാക്കുകളാണ് ഈ കാണുന്ന 3 റണ്ണിങ് ട്രാക്കുകൾ. അങ്ങനെ കൃത്യം 6:59 തന്നെ ഞങ്ങൾ റേസ് ആരംഭിച്ചു. അതങ്ങനെ കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ വീഡിയോ എടുത്ത സംഭവം ഗാലറി നോക്കിയപ്പോൾ അതിൻ്റെ ടൈം കറക്റ്റ് 6:59 ആയിരുന്നു.
പിന്നെ ഈ റണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നടക്കാനോ ഓടാനോ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. പക്ഷേ ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാരെ ശല്യം ചെയ്യുന്ന രീതിയിൽ, അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. നിൽക്കണമെങ്കിൽ നമ്മൾ സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കണം. പിന്നെ വേറെ ആൾക്കാർ പിന്നെ നടന്നു പോകുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ അവരുടെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ക്യാമറകളും അങ്ങനത്തെ കാര്യങ്ങളും വെച്ച് ഡ്രോണുകൾ, ക്യാമറകൾ അങ്ങനെ വെച്ച് എടുക്കാറുണ്ട്. ന്യൂസ് ചാനലിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലാതെ പ്രൈവറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ ക്യാമറകളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ മൊബൈലിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഈ നടക്കുന്ന ഈ 15% ആൾക്കാർ, എസ്പെഷ്യലി ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്, അവർ ഈവൻ വലിയ ക്യാമറ ആയാലും മൊബൈൽ ക്യാമറ ആയാലും അതിൻ്റെ മുമ്പിൽ അവരെ കാണിക്കാനായിട്ട് അവരെ നോക്കി ഹായ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ജോളി ആയിട്ടുള്ള മൂഡിൽ നല്ല സൂപ്പറായിട്ട് പോകുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ റൺ ചെയ്യുന്ന ആൾക്കാർ ലെഫ്റ്റ് സൈഡിലോട്ടും 5 കിലോമീറ്റർ റൺ ചെയ്യുന്ന ആൾക്കാർ റൈറ്റ് സൈഡിലോട്ടും പോകണമെന്ന് പറഞ്ഞൊരു ടീം അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത 5 കിലോമീറ്റർ ആയതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിലോട്ട് പോയി. ഇവിടെ നിന്നാണ് ആ ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 5 കിലോമീറ്റർ തിരഞ്ഞെടുക്കാൻ കാരണം ആദ്യമായിട്ട് ഞാൻ പോവുകയാണ് റണ്ണിലോട്ട്. അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് അതിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആ ഒരു തീരുമാനം എടുത്തത്. പിന്നെ സാഹിത്യ രൂപത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സ്കൈ സ്ക്രൈപ്പേഴ്സിനിടയിലൂടെ പോകുന്ന ഐക്കോണിക് ഷെയ്ഖ് സായിദ് റോഡിലൂടെ എൻ്റെ ചൈത്രയാത്ര ഞാൻ തുടർന്നു. പിന്നെ ഒരു പ്രൊട്ടക്ഷനോ സെക്യൂരിറ്റിയോ ഇല്ലാത്ത ഒരു പ്രതിമ മനുഷ്യനെ, ഐ മീൻ ഒരു കോസ്റ്റ്യൂം ഇട്ട മനുഷ്യനെ, ചുവന്ന കളർ ശരീരവും പിന്നെ ഒരു കുതിരയെ പോലത്തെ ഒരു തലയും വെച്ച ഒരു മനുഷ്യനെ കണ്ടു. അവിടെ ഒന്ന് സെൽഫിയൊക്കെ എടുത്തു, താങ്ക് യു പറഞ്ഞു. പിന്നെ ഒരു വെറൈറ്റി ഷൂട്ടായാലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഇസഡ് മോഡൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ആൾക്കാരുടെ ഇടയിൽ കൂടെ ഓടി ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓടിത്തളർന്നവർക്ക് കുഴഞ്ഞു വീഴാതിരിക്കാൻ വെള്ളം വീണ്ടും മൈദുബായുടെ ടീം കൊടുത്തു. പിന്നെ ഓട്ടത്തിനിടയിൽ മെഡിക്കലിൻ്റെ ടീമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന കാണാം.
അങ്ങനെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് സെക്യൂരിറ്റിയോട് കൂടിയാണ് നമ്മുടെ ഈ യാത്ര തുടരുന്നത്. പിന്നെ ഏതോ ഒരു FM-ൻ്റെ RJ ആണ് ഈ ക്രെയിൻ പോലുള്ള സ്റ്റേജിൻ്റെ മുകളിൽ സംസാരിക്കുന്നത്. പിന്നെ ഗായ്സ്, നിർഭാഗ്യവശാൽ ഫിനിഷ് ലൈനിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. ആ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അതാണ് ഫിനിഷിംഗ് ലൈനാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ എൻ്റെ തൊപ്പിയില്ലാത്ത മുടി ഇങ്ങനെയാണ്. വീണ്ടും ഫിനിഷിംഗ് ലൈന് കഴിഞ്ഞ ഉടനെ വീണ്ടും അടുത്ത വെള്ളം കൂടി തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി റീസൈക്കിളബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ അതിന് തൊട്ടടുത്ത് തന്നെ ഈ കുപ്പി ഇടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് അവർ റീസൈക്കിൾ ചെയ്താണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലോകത്തിലെ ഏറ്റവും വലിയ കൊച്ചു കള്ളനെ ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തി. അങ്ങനെ നടത്തം പൂർത്തിയാക്കിയ ആൾക്കാർ ഡയറക്റ്റ് മാൾ എൻട്രൻസിലോട്ട്, ദുബായ് മാൾ എൻട്രൻസിലോട്ടാണ് പോയത്. No. അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റിഫ്രഷായി തിരിച്ചു വന്നു. പിന്നെ ഈ ബോർഡ് കണ്ടപ്പോഴാണ് എനിക്കൊരു വല്ലാത്ത ഫീലായത്. ഫുഡ് കോർട്ട്, സിനിമാസ്, കിഡ്സാനി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ ഉള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ദുബായിയുടെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ കണ്ടിഷ്ടപ്പെട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഒരു കടക്കകത്ത് കയറി. അത് 7 ദിറംസ് 8 ദിറംസ് ഒക്കെ ആയിരുന്നു അവിടുത്തെ ഫുഡിൻ്റെ ഇത്. നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടാണ് വീഡിയോ ഒന്ന് എടുത്തത്. പിന്നെ സങ്കടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് പതുക്കെ നടന്ന് മെട്രോയ്ക്ക് പോകുന്ന സമയത്തായിരുന്നു വീണ്ടും ബാക്കിയുള്ള ആൾക്കാർ, താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം ഓട്ടം തുടങ്ങിയിരിക്കണം. അവരുടെ ഓട്ടം എല്ലാം കഴിയുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും, ഉച്ചയൊക്കെ ആകും. അപ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് വരികയാണെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ റണ്ണിനോടുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്കായാലും ഫാമിലി ആയിട്ടായാലും നേരത്തെ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ. അത് എനിക്ക് തോന്നുന്നു ആ സൈഡിൽ ഇങ്ങനെയുള്ള കൈവരികൾ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ വരുന്നിട്ട് നേരത്തെ ഓടിയിട്ട് നേരത്തെ പോകുക. അല്ലെങ്കിൽ വെയിലാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊരു നെഗറ്റീവ് വശമെന്ന് വെച്ചാൽ പല പാർട്ടായിട്ട് ദുബായ് മെട്രോയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് തന്നെ വളരെ ട്രാഫിക് ഇടപെട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ സൂര്യപ്രകാശം വന്നതിന് ശേഷമുള്ള എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പാരച്യൂട്ടിൽ കളർഫുള്ളായിട്ടുള്ള പുക വരുത്തുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു അവർ വച്ചിരുന്നത്. പിന്നെ അതിലൊരാൾ താഴെ വന്നതിന് ശേഷവും പുക വീണ്ടും പോവുകയായിരുന്നു. അതിൻ്റെ ഒരു ആക്സിഡൻ്റൽ ഒരു സംഭവമാണ്, അതിൻ്റെ എന്തൊരു ട്രാജഡിയാണ് അവിടെ കാണിക്കുന്നത് ഇപ്പോൾ. പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് മെട്രോ സ്റ്റേഷനിൽ നോൾ കാർഡ് വയ്ക്കാതെ തന്നെ നമുക്ക് കയറുന്ന രീതിയിലായിരുന്നു അവർ സജ്ജീകരിച്ചിരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിരുന്നതുകൊണ്ടായിരിക്കണം. പിന്നെ ദുബായ് പോലീസിൻ്റെയും സെക്യൂരിറ്റിയുടെയും ടീം ഞങ്ങളെ നിയന്ത്രിക്കാനുണ്ടായതുകൊണ്ട് തന്നെ തള്ളലും തിരക്കലും ഇല്ലാതെ സൂപ്പറായിട്ട് സ്മൂത്തായിട്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചു മെട്രോയിൽ കൂടെ. അപ്പോൾ ഗായ്സ്, ഇത്ര സമയം എൻ്റെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. المحطة القادمة هي الخليج التجاري. The next. Ito na ang pagpadala ko sa dito. Bababa ka na? Hindi, ikaw ang bababa. Hindi, sa kami sa yan ang tagal pa. Kasi malayo na. Ang layo, hanggang dito pa lang. 10 kilometers.